ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് മൂൺ വാട്ടർ ആണ്. ഇപ്പോൾ ഫുൾ മൂൺ ടൈമിൽ ഞാൻ ചെയ്യുന്ന റിച്വൽസ് ആണ്. എന്നിരുന്നാലും നിങ്ങൾക്ക് ഇനി വരുന്ന മൂൺ ടൈമിലേക്കും ചെയ്യാവുന്നതാണ്. അത് ഇനി വരുന്ന ഫുൾ മൂൺ ടൈമിൽ ചെയ്യാം. അതേപോലെ വേറെ ന്യൂ മൂൺ ടൈമിൽ മൂൺ വാട്ടർ നമുക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. അതിനാദ്യം വേണ്ടുന്ന ഒന്ന് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലൊരു ഗ്ലാസിന്റെ ഒരു എന്തെങ്കിലും ഒരു വെസൽ എടുക്കാം. ഇതുപോലെ എന്തെങ്കിലും ആകാം, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ആയാലും മതി. ചില്ല് ഗ്ലാസ് അല്ലെങ്കിൽ ചെറിയ ചില്ലിന്റെ ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലും ആവാം. ഇതുപോലെ ഒന്നില് നിങ്ങൾ വെള്ളം എടുക്കുക. നമ്മൾ റിച്വൽസ് ചെയ്യുമ്പോൾ പൊതുവെ നമ്മൾ സ്പ്രിംഗ് വാട്ടർ എടുക്കുമെന്നാണ്. എന്നിരുന്നാലും നമുക്കറിയാം നാട്ടിലത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അത് കിട്ടാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ സാധാരണ വെള്ളം എടുക്കുക. അത് നിങ്ങൾക്ക് കുടിക്കാനുള്ളതാണ്. അപ്പോൾ തിളപ്പിച്ച വെള്ളം എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചിട്ട് എന്തായാലും വെള്ളം എടുക്കുക. ഇങ്ങനെ ഒരു ഇതിൽ വച്ചിട്ട് നിങ്ങളുടെ ജനല് അതായത് പുറത്തേക്കുള്ള ജനലിന്റെ ഭാഗത്ത് അത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള എവിടെയാണോ ആ മുറിയിൽ ജനലിന്റെ അവിടെ വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ വയ്ക്കുക. ഇതുപോലെ അത് നിങ്ങൾ രാത്രിയിൽ വയ്ക്കുക. ചന്ദ്രൻ വന്നതിന് ശേഷം അല്ലെങ്കിൽ അതായത് ആ ഒരു സമയം അറിയാലോ, സമയം കഴിഞ്ഞിട്ടുള്ള ടൈമിൽ വെച്ചിട്ട് രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എടുക്കണം. ആ സൂര്യൻ ഉദിക്കുന്നതിന് ഒരു അരമണിക്കൂറെങ്കിലും മുമ്പ് എടുക്കുക. ഉദിച്ചു വരുന്നത് കാരണം അതിന് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അതായത് മൂണിന്റെ വാട്ടറാണ് നമ്മൾ വേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ മൂണിന്റെ എനർജീസ് ആണ് വേണ്ടത്. ആ ഒരു സമയത്ത് വരെ പാടുള്ളൂ. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രയോജനം പിന്നെ ഉണ്ടാവില്ല. അപ്പൊ അതിന് മുമ്പ് എടുക്കാൻ ശ്രമിക്കുക. അതല്ല ഇപ്പൊ ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നവരാണെങ്കിൽ നിങ്ങളിപ്പോ ഒരു 7 മണിക്ക് ശേഷം വെച്ചതിന് ശേഷം ലൈക്ക് 12 മണി കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ 2 മണിയൊക്കെ ആവുമ്പോൾ വൈകി ഉറങ്ങുന്നവർക്ക് ആ സമയത്തെടുത്ത് മാറ്റാവുന്നതാണ്. അത് അപ്പോ പിന്നെ നേരം വൈകി എഴുന്നേൽക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ ശ്രദ്ധിക്കാം. ഇനി നിങ്ങൾ മൂൺ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങൾ ചെയ്യാം. ഇതോടൊപ്പം ഒന്ന് നിങ്ങൾ ഇന്റൻഷൻസ് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതുപോലെ ഒരു പേപ്പറിൽ 2 മടക്കിയോ അല്ലെങ്കിൽ 4 മടക്കാം. അതിന്റെ ഉള്ളിൽ എന്താണ് നിങ്ങളുടെ ഇന്റൻഷൻ എന്നുള്ളത് എഴുതി വെക്കുക. അത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കുമല്ലോ. അപ്പോൾ ഞാനത് എടുത്തു പറയുന്നില്ല. അതുപോലെ ഇന്റൻഷൻസ് സെറ്റ് ചെയ്തിട്ട് ഇതുപോലെ വാട്ടറിന്റെ താഴെ വയ്ക്കാവുന്നതാണ്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റതിനു ശേഷം ആ വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുക എന്ന് പറയുമ്പോൾ മുഴുവൻ കുടിക്കണമെന്നില്ല. ഒരു കവളോ ഒരു സ്പൂണോ ആയാലും മതി. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആ വെള്ളം നമ്മുടെ ഫസ്റ്റ് തിങ് നമ്മുടെ വയറ്റിലേക്ക് പോകേണ്ടത് ആ വെള്ളമായിരിക്കുക എന്നുള്ള രീതിയിൽ ആണ്. അപ്പോൾ ആ ഇന്റൻഷൻസ് നമ്മളത് സെറ്റ് ചെയ്ത ഇന്റൻഷൻസ് എടുത്ത് മാറ്റാം. അത് നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. സൂക്ഷിച്ചു വെച്ചിട്ട് അത് നടന്നു കഴിയുമ്പോൾ സെറ്റ് ചെയ്ത ഇന്റൻഷൻസ് നടന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് എന്താണ് എന്നുള്ളത് വെച്ചാൽ അത് പിന്നീട് അത് കളയാം. അതുവരെ നിങ്ങളത് സൂക്ഷിക്കുന്നതാണ് നല്ലത്. പിന്നെ ഈ ഒരു ഫുൾ മൂൺ സമയത്ത് നമ്മൾ നെഗറ്റിവിറ്റീസ് ഒക്കെ റിലീസ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതുപോലെ റിച്വൽസ് ചെയ്യുമ്പോൾ ക്രിസ്റ്റൽസ് എനർജൈസ് ചെയ്യുന്നത് മൂൺ എനർജി എന്ന് പറയുന്നത് നമ്മൾ ക്രിസ്റ്റൽസ് എനർജൈസ് ചെയ്യും. അപ്പോൾ ഏത് ക്രിസ്റ്റൽസ് വേണമെങ്കിലും അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ആ ഫുൾ മൂൺ സമയം, ന്യൂ മൂൺ സമയം. അപ്പൊ ആ സമയത്ത് നമ്മുടെ കയ്യിലുള്ള ക്രിസ്റ്റൽസ് അതിന്റെ എനർജി ഇന്റൻസിഫൈ ചെയ്യാനോ അത് ക്ലെൻസ് ചെയ്യാനോ ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളുടെ ക്രിസ്റ്റൽസും അതോടൊപ്പം തന്നെ ഈ വാട്ടറിന്റെ അടുത്ത് തന്നെ വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിവിടെ ബ്ലാക്ക് ഒബ്സീഡിയൻ ആണ് എടുത്തിരിക്കുന്നത്. ബ്ലാക്ക് ഒബ്സീഡിയൻ ഒരു ലാവ ക്രിസ്റ്റൽ ആണ്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നെഗറ്റീവ് എനർജീസിനെ ബ്ലോക്ക് ചെയ്യുക മാത്രമല്ല, നെഗറ്റീവ് എനർജീസിനെ ബ്ലോക്ക് ചെയ്യുകയും നിങ്ങളിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജീസിനെ ബ്ലോക്ക് ചെയ്യും. അതിനെ ഈ ഒരു ക്രിസ്റ്റൽ അബ്സോർബ് ചെയ്തിട്ട് അതിനെ ട്രാൻസ്ഫോം ചെയ്യുക കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജീസിനെ ബ്ലോക്ക് ചെയ്യുക മാത്രമല്ല, അതിനെ അബ്സോർബ് ചെയ്തിട്ട് അതിനെ പോസിറ്റീവ് എനർജി ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്രിസ്റ്റല് ഈ ഒരു സമയത്ത് ഫുൾ മൂൺ ഡേയിൽ നിങ്ങൾക്ക് വയ്ക്കാം. ഏത് ക്രിസ്റ്റൽസ് ആണെങ്കിലും അതിന്റെ പ്രത്യേകതകൾ നോക്കുക. കാരണം ഈ ഒരു ക്രിസ്റ്റലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നെഗറ്റിവിറ്റീസ്, സ്ട്രെസ്, ടെൻഷൻ ഒക്കെ റിലീസ് ചെയ്യാനായിട്ട് സഹായിക്കും.
അതേപോലെ തന്നെ ഒത്തിരി നെഗറ്റീവ് എനർജീസിനെല്ലാം റിലീസ് ചെയ്യാനായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ. മെന്റൽ ബ്ലോക്ക്, നിങ്ങൾക്ക് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇമോഷണൽ, സ്പിരിച്വൽ, മെന്റൽ ഏത് തരത്തിലുള്ള ബ്ലോക്ക് ആണെങ്കിലും ആ ഒരു ബ്ലോക്ക് മാറാനായിട്ട് നമ്മൾ ഈ ഒരു ക്രിസ്റ്റൽ യൂസ് ചെയ്യുന്നുണ്ടാവാം. അതേപോലെ തന്നെ എല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ നമ്മളിപ്പോൾ നമ്മുടെ റിച്വൽസ് അനുസരിച്ച് നമ്മൾ പേഗൻ കൾച്ചർ അല്ലെങ്കിൽ പേഗൻ റിച്വൽസ് ബേസിസിലാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ റിച്വൽസ് ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ ഫെൻഷുയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫെൻഷുയിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ ബ്ലാക്ക് ഒബ്സീഡിയൻ ഇപ്പോൾ നമ്മളിപ്പോൾ ബ്രേസ്ലെറ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും, ഇതുപോലെ കയ്യിൽ ഇടുന്ന ഇത്. അപ്പോൾ ഈ ഒരു ഇത് ഇവിളായി ആണ്, അതിപ്പോൾ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം, കുട്ടികളായാലും പ്രായമായിട്ടുള്ളവരാണെങ്കിൽ. പക്ഷെ ബ്ലാക്ക് ഒബ്സീഡിയൻ ക്രിസ്റ്റൽസ് കയ്യിൽ യൂസ് ചെയ്യുകയാണ് എങ്കിൽ, ബ്രേസ്ലെറ്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ 16 വയസ്സിൽ താഴെയുള്ളവർക്കോ 70 വയസ്സിന് മുകളിലുള്ളവർക്കോ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഫെൻഷുയി ബേസിസിൽ നമ്മൾ പറയുന്നത്. ഞാൻ ഫെൻഷുയി ബേസിസിലുള്ള കൂടുതൽ കാര്യങ്ങൾ ചെയ്യാറില്ല. അതിനെക്കുറിച്ചിട്ടുള്ള ഞാൻ കൂടുതൽ പേഗൻ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഫോളോ ചെയ്യുന്നത്. എന്നിരുന്നാലും നിങ്ങൾക്ക് അറിവിലേക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. പിന്നെ ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർ, ആങ്സൈറ്റീസ്, ഭയങ്കരമായിട്ടുള്ള ആങ്സൈറ്റി ഒക്കെ ഉള്ള ആളുകൾ ഇത് ഉപയോഗിക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസും ബ്ലാക്ക് ഒബ്സീഡിയൻ ക്രിസ്റ്റൽസ് ഉപയോഗിക്കരുത് എന്നുള്ളതാണ് നമ്മുടെ ഫെൻഷുയി ഡിവിനേഷൻ പറയുന്നത്. അപ്പോൾ ഇത് കയ്യിൽ ഉപയോഗിക്കരുത് എന്നുള്ളതാട്ടോ അതിൽ പറയുന്നത്. അപ്പോൾ അത് കയ്യിൽ ഇടാന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് ഇട്ടിട്ട് നടക്കുന്നല്ലേ പറയില്ല. നമ്മൾ മോതിരങ്ങൾ പറയും, നമ്മൾ ഭാരതീയ രീതിക്ക് അനുസരിച്ചിട്ടാണെങ്കിലും വേദിക് അസ്ട്രോളജി ബേസിസിൽ പറയും ഇന്ന മോതിരം, നമ്മളിപ്പോൾ പറയുന്നത് ഇന്ന കല്ല്, ഇപ്പോൾ മരതകം, രത്നം, എന്ത് തരത്തിലുള്ള രത്നങ്ങളോ അല്ലെങ്കിൽ കല്ലുകളോ ഡയമണ്ട് എന്താണെങ്കിലും ഇന്ന ഇതിൽ ആണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയും. പിന്നെ ചില വിരലിൽ ഉപയോഗിച്ചാൽ പ്രത്യേകത, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതുപോലെ ഫെങ്ഷുയി ബേസിസിലാണ് ഈ ക്രിസ്റ്റലിന്റെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമ്മളിപ്പോൾ എന്തായാലും ഇത് കയ്യിലല്ല ഉപയോഗിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ബ്ലോക്ക് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ക്രിസ്റ്റലായിട്ട് വാങ്ങിക്കുക. ബ്രേസ്ലെറ്റ് ആയിട്ട് എല്ലാം ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ ബ്രേസ്ലെറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതിന് പകരം നിങ്ങൾ ക്രിസ്റ്റലായിട്ട് വെച്ചിട്ട് നിങ്ങളുടെ എനർജി ബ്ലോക്ക് മാറ്റാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ടേബിളിൽ യൂസ് ചെയ്യാം. നിങ്ങളുടെ ശരീരത്തിൽ സ്ഥിരമായിട്ട് ഇട്ടുകൊണ്ട് കിടക്കാൻ പറ്റിയിട്ടുള്ളതല്ല എന്നുള്ളതാണ്. ഇപ്പോൾ രുദ്രാക്ഷത്തിന്റെയും അതുപോലെ ചില പറയുന്നുണ്ട്, ചില ആളുകളുടെ പലരുടെയും പല വിശ്വാസമാണ്. അപ്പോൾ ഉറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ അത് ഊരി വയ്ക്കാന്ന് പറയും. പക്ഷെ അപ്പോഴും അത് നിങ്ങളുടെ വശം ഉണ്ടാകും, അത് വേറെ ഒരു ടേബിളിലാണ് വയ്ക്കുന്നത്, നിങ്ങളുടെ ശരീരത്തുണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഓരോ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ എന്തായാലും ബ്ലാക്ക് ഒബ്സീഡിയനെ കുറിച്ച് പറഞ്ഞ് അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഞാനിപ്പോ ഒബ്സീഡിയൻ വയ്ക്കുന്നുണ്ട് നെഗറ്റീവ് എനർജീസിന്റെ ബ്ലോക്കേജസും അതേപോലത്തെ സിറ്റുവേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ക്രിസ്റ്റൽസ് എന്തെങ്കിലും വയ്ക്കണമെങ്കിൽ വയ്ക്കാം. ഏറ്റവും സേഫ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഇതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒന്നും ഇല്ലാത്തത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മറ്റൊരു കാര്യം അമെത്തിസ്റ്റ് ആണ്. അമെത്തിസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. അമെത്തിസ്റ്റിന്റെ ഒരു പ്രത്യേകത പീസ് ഓഫ് മൈൻഡ്, സ്വസ്ഥതയും സമാധാനവും ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിലും ഒക്കെ ഇത് നമുക്ക് യൂസ് ചെയ്യാം എപ്പോഴും ഒരു പീസ് ഓഫ് മൈൻഡിന്. എന്തായാലും നമ്മളിപ്പോ ബ്ലാക്ക് ഒബ്സീഡിയൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ആദ്യം മൂൺ വാട്ടർ എടുത്തു കഴിഞ്ഞതിന് ശേഷം കുറച്ച് കുടിച്ചതിന് ശേഷം നിങ്ങൾക്ക് അത് സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. അടുത്ത ന്യൂ മൂണോ ഫുൾ മൂണിനോ വേറെ വാട്ടർ ലഭിക്കുന്നത് വരെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉണ്ട്, ഹെൽത്ത് ഇഷ്യൂസ്, വയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് അറിയില്ല എന്താ പ്രശ്നം, എന്ത് കഴിച്ചാലും എന്തെങ്കിലും സിറ്റുവേഷൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ മൂൺ വാട്ടർ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അതേപോലെ അധികം ഉപയോഗിക്കേണ്ട, കാരണം നമ്മൾ ചെറിയൊരു ഇതിലാണ് എടുക്കുന്നത്. ഇതിനെ വെച്ചിട്ട് വലിയൊരു അത്യാവശ്യം വലുപ്പമുള്ളതിൽ നിങ്ങൾക്ക് എടുക്കാം, കുറച്ചുകൂടി വലിയ ഇതിൽ. എന്നാലും ഒത്തിരി ഒരു ഇതിൽ വെക്കുന്നതിനേക്കാൾ എപ്പോഴും ബെറ്റർ ഇതാണ്. അപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ ഇതിന്ന് ഒരു സ്പൂൺ എടുത്ത് ഒഴിച്ചിട്ട് അത് കുക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നെഗറ്റീവ് എനർജീസ് നിങ്ങൾ കുളിക്കുന്ന സമയത്ത് നമ്മൾ പൊതുവേ കുളിക്കാനായിട്ട് യൂസ് ചെയ്യാൻ അത്രയും ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല, അതും യൂസ് ചെയ്യാം. ഇപ്പോൾ കയ്യിലൊക്കെ നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്താണ്, കൈ കൊണ്ടിട്ടുള്ള വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ കയ്യിൽ എടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതുപോലെ കാലില് പ്രശ്നങ്ങളുള്ളവര് അത് ചെയ്യാവുന്നതാണ്.
ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം ഈ മൂൺ വാട്ടർ. അപ്പോൾ അത് സ്റ്റോർ ചെയ്ത് വെക്കാം, അത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് ഉദ്ദേശിച്ചതിനേക്കാൾ എന്തായാലും വീഡിയോ നീണ്ടുപോയി. ഇത്രയും നീണ്ടുപോകുന്ന വീഡിയോ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. എന്തായാലും നമ്മൾ നമ്മളുടെ മൂൺ റിച്വൽസ് ചെയ്യാണ്. അപ്പോൾ താങ്ക് യു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.